ആലപ്പുഴ ജില്ലയിൽ പട്ടണക്കാട് അവിടെ നല്ല വീട്ടുവരയ്ക്കാണ് ചന്ദ്രനിവാസം കേട്ടോ. അവിടെ ഒരു കിടപ്പ് രോഗിയായ അച്ഛൻ കിടപ്പ കുറേ നാളായിട്ട് വർഷങ്ങളായിട്ട് കിടക്കാണ്. അയാളെ രണ്ട് മക്കൾ ഉപദ്രവിക്കുന്നതിൻ്റെ പടമാണ്, അതിൻ്റെ വീഡിയോ ആണ് യഥാർത്ഥത്തിൽ നല്ലതായിട്ട് കളിക്കുന്നത്. ആ വീഡിയോ സോഷ്യൽ മീഡിയയിലെല്ലാം തരംഗമായിട്ട് അങ്ങ് മാറി. അതായത് ഇരട്ടകളാണ് കേട്ടോ. ഈ കിടപ്പ് രോഗിയായ ചന്ദ്രൻ്റെ മക്കളാണ്. ചന്ദ്രശേഖരൻ നായർ ആണ്, അയാൾക്ക് 75 വയസ്സുണ്ട്. ഇയാൾക്ക് ഇരട്ട മക്കളായി ഈ രണ്ടെണ്ണം. ഒന്ന് നിഖിൽ ചന്ദ്രൻ കേട്ടോ, അതുപോലെ തന്നെ അഖിൽ ചന്ദ്രൻ. കൊള്ളാം. യവന്മാർക്ക് 35 വയസ്സ് വീതം പ്രായമുണ്ട്. യവന്മാർ മദ്യലഹരിയിൽ വന്നിട്ട് ഈ അമ്മയും അച്ഛനെയും എടുത്തിട്ട് അടിക്കുന്നത് പതിവാണ്. നാട്ടുകാരെല്ലാം പറയുന്നുണ്ട്. എന്തിനാ ഇങ്ങനെ രണ്ട് മക്കൾ? എന്നിട്ട് എന്താ, ഒരുത്തനെ നിന്ന് തലയ്ക്ക് ഈ അച്ഛനെ അങ്ങ് അടിക്കുക, തലയ്ക്കും മുഖത്തും എല്ലാം അങ്ങ് അടിച്ച് കഴുത്തിന് പിടിച്ച് ഞെക്കുന്നു. അയാൾക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, കിടപ്പാണ്, കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതും കണ്ടുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഈ അമ്മ ഇരിപ്പുണ്ട്. കാരണം അമ്മയ്ക്കും കിട്ടും, പതിവായിട്ട് പൊതിരെ തല്ല് കിട്ടുന്നതാണ് അമ്മയ്ക്കും. യവന്മാർ രണ്ടും പോയി മദ്യപിച്ചിട്ട് വരും. രണ്ടും ഏതോ പ്രൈവറ്റ് കമ്പനിയിലെ ജോലിക്കാരാണ്. യവന് ജോലി കൊടുക്കുന്നവന്മാരെ എന്തോ ഇതൊക്കെ യവന്മാർക്ക്, അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്തിനാ ഇങ്ങനെ രണ്ട് മക്കൾ നമ്മൾ ആലോചിക്കണം. കാരണം എഴുന്നേറ്റ് നടക്കാൻ വയ്യ, അതായി പ്രായമായി, ഇവർ വളർത്തിയിട്ടല്ലേ. അപ്പം അത് തന്നെ അതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്ന ഒരു വാർത്ത ഇന്ന് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് പെരുമ്പാവൂരിൽ അന്യസംസ്ഥാന തൊഴിലാളികളാണ് രണ്ടുപേര്. കുഞ്ഞ് ജനിച്ച ഉടനെ കൊന്നു കുഴിച്ചു മൂടി. അപ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം, ഇവിടെ ഇവർ കഷ്ടപ്പെട്ട് യവന്മാരെ വളർത്തി വലുതാക്കി. അതുകൊണ്ടാണല്ലോ അവന്മാർക്ക് ഈ തന്തയും തല്ലാനുള്ള ആരോഗ്യം കിട്ടിയത്. ഈ ജനിച്ച ഉടനെ ഈ പെരുമ്പാവൂർ അന്യസംസ്ഥാന തൊഴിലാളി ചെയ്ത ഈ പണി ചെയ്തിരുന്നെങ്കിലോ യവന്മാർ കാണുമായിരുന്നു. ഈ വളരെ കഷ്ടപ്പെട്ട് നൊന്ത് പ്രസവിച്ചതാണ് ഈ അമ്മ ഈ ഇരട്ടക്കുട്ടികളെ. അവർ ശരിക്കൊന്ന് കമിഴ്ന്ന് കിടന്നിരുന്നെങ്കിൽ യവന്മാർ കാണുമായിരുന്നു. അവർ മുണ്ടൊന്ന് മുറുക്കി വിടുത്തിരുന്നെങ്കിൽ യവന്മാർ ജീവനോടെ കാണുമായിരുന്നു. ഇല്ലല്ലോ. ഇതെല്ലാം കഷ്ടപ്പെട്ട് വളർത്തി, അത് കാരണം ആഹാരവും കൊടുത്ത് പഠിപ്പിച്ച് ഒക്കെ വന്ന് അവന്മാർക്ക് 35 വയസ്സ് പ്രായമുണ്ട് രണ്ടെണ്ണത്തിനും. ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? എന്നിട്ട് എന്താ, ഒരുത്തൻ നിന്ന് വീഡിയോ എടുക്കുകയാണ്, മറ്റവൻ അടിക്കുന്നതിൻ്റെയും കഴുത്തിന് പിടിക്കുന്നതിൻ്റെ എല്ലാം വീഡിയോ എടുത്തു. വീഡിയോ എടുത്തിട്ട് നേരെ അങ്ങ് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്ത് കയറ്റി അങ്ങ് വിട്ടുകൊടുത്തു കേട്ടോ. അത് മാത്രമല്ല, വേറെ ഒരു മൂത്ത മകനുണ്ട് ഇയാൾക്ക് കേട്ടോ. അവൻ വേറെ താമസിക്കുക. അവന് ഇതങ്ങാണ്ട് അയച്ചു കൊടുത്തു റെക്കോർഡ് ചെയ്തിട്ട്. ഏതായാലും ഇത് പുറത്തറിഞ്ഞു. ഇത് പോലീസ് കാണാനിടയായി. പോലീസിൽ പരാതി വന്നു. ഏതായാലും യവന്മാരെ അന്വേഷിച്ച് തപ്പിയെടുത്ത് ചേർത്തലയിൽ നിന്ന് പിടികൂടി കേട്ടോ. പിടികൂടിയാൽ മാത്രം പോരെ. ഇവനൊക്കെ ഈ തന്ത ചെയ്ത കാര്യങ്ങളൊക്കെ യഥാർത്ഥത്തിൽ നിയമവിരുദ്ധമാണെന്ന് എനിക്കറിയാം, എന്നാലും സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. ഈ നാട്ടുകാരെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ സമീപത്തൊക്കെ ഉള്ളവർ, അവർക്കൊക്കെ അവനെയൊക്കെ പിടികൂടി ശരിയാക്കാൻ വയ്യായിരുന്നു. അവനൊക്കെ ആ വീട്ടിൽ കയറാതെ. 2023 ഈ അച്ഛനെ ഉപദ്രവിച്ചതിന് കേസുണ്ട് അവന്മാരുടെ പേരിൽ. എന്നിട്ടാണ് ഇപ്പോഴും വീണ്ടും ഇത് സ്ഥിരമാണ്. ഇനിയിപ്പോൾ എന്താ, ഇത് യവന്മാരുടെ ഒന്നും വീടല്ല, ഈ ചന്ദ്രൻ്റെ വീടാണ്. ഇവന്മാർക്ക് ഇവിടെ കയറാൻ പോലും ഒരു അവകാശവും ഇല്ല. യഥാർത്ഥത്തിൽ വേണ്ടത് അവിടെ ഇവർ ഈ പ്രായമായ ആളുകൾ, അതിനാര് പോവും? അതിന് മൂത്ത ജ്യേഷ്ഠൻ എന്ന് പറയുന്ന മൈഗുണേശൻ ഉണ്ടല്ലോ, അവന് നാണമില്ലേ ഇത് മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞ് നടക്കാൻ? അവനെ കൊണ്ടുവന്നിട്ട് അവിടെ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് RDO അവിടെ കൊണ്ടുവന്ന് കേസ് കൊടുക്കണം. മെയിൻ്റനൻസ് ഓഫ് പേരൻസ് ആൻഡ് സീനിയർ സിറ്റിസൺസ് ആക്ട് വെച്ച് കേസ് കൊടുക്കണം. യവന്മാരെ ഇന്ന് ചെലവിന് ഇവർക്ക് രണ്ടുപേർക്കും ഉള്ള പൈസ ഈടാക്കണം. അതുകൂടാതെ യവന്മാർ വീട്ടിൽ കയറുന്നുള്ള ഓർഡർ വാങ്ങിക്കണം. ഈ വീട്ടിൽ യവന്മാർ കയറണ്ട. യവന്മാർ എവിടെ കടത്തിനെ പോയി കിടക്കട്ടെ, അല്ലെ മരത്തിൻ്റെ മുട്ടിൽ പോയി കിടക്കട്ടെ. യവൻ എന്തിനാ ഇങ്ങനെ മക്കൾ രണ്ടെണ്ണം? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ, ഈ പ്രായമായ ആളുകൾ പ്രായമായി കഴിയുമ്പോൾ അവർക്ക് പിന്നെ എങ്ങോട്ടും പോകാൻ മാർഗമില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉത്തമ ഉദാഹരണമായി കാണുന്നത്, അവർക്ക് വയ്യാതായി എന്തു ചെയ്യും? ആ 75 വയസ്സായ ആൾ പോലും അയാൾ വേണമെങ്കിൽ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാമെങ്കിൽ അയാൾ ജോലി ചെയ്ത് ജീവിച്ചാനേ. അതിന് മാർഗമില്ലല്ലോ, അത് പറ്റുന്നില്ല.
അതുപോലെ കിടപ്പാണ്. ഈ നിസ്സഹായമായിട്ട് ഇത് കണ്ടുകൊണ്ട് നോക്കിയിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അമ്മയുടെ കണ്ണീര് യവന്മാർ കാണുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതൊന്നും യവനൊന്നും മനുഷ്യനല്ല. ഇതൊന്നും മൃഗങ്ങൾക്ക് ഇതിലും ബോധമുണ്ട്. മൃഗങ്ങൾ ഒരിക്കലും അതിൻ്റെ അച്ഛനെയും അമ്മയൊന്നും ഉപദ്രവിക്കാറില്ല. അതുപോലെ നമ്മൾ കാണണം, നമുക്ക് മനസ്സിലാക്കണം. ആ മൃഗങ്ങളെ പോലും പറഞ്ഞാൽ മൃഗങ്ങളെ ആക്ഷേപിക്കുന്നതിന് തുല്യ യവന്മാരെ അതിൻ്റെ കൂടെ നമ്മൾ മൃഗത്തിൻ്റെ കൂടെ ചേർത്ത് പറഞ്ഞാൽ അങ്ങനെ ആകരുത്. ഇതുപോലാണോ മക്കൾ? എന്തിനാ ഇങ്ങനെയുള്ള മക്കൾ? ആളുകൾ ചിന്തിക്കുന്നതിന് കുറ്റം വല്ലതും പറയാൻ പറ്റുമോ? എന്തിനാ യവന്മാർ ഇങ്ങനെയുള്ളവന്മാർ? പോത്ത് പോലെ വളർന്ന രണ്ടെണ്ണം എടുത്തിട്ട് ഈ തന്ത എടുത്തിട്ട് അടിക്കുക ഇഷ്ടമാതിരി, സ്ഥിരമായിട്ട് ഉപദ്രവിക്കുക. ഈ അമ്മയ്ക്കും ഇഷ്ടം പോലെ അടി കിട്ടും. എന്നിട്ട് ഇവരെ നോക്കാൻ ഈ മൂത്ത സഹോദരൻ എന്ന് പറഞ്ഞ, അതാ ഞാൻ പറഞ്ഞ മൈഗുണേശൻ എന്ന് ഞാൻ പറഞ്ഞത്, ഇവന് ഇതേപോലെ അതിന് നിയമ നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ലേ? ഇവൻ നാട്ടുകാരെങ്കിലും സംഘടിപ്പിച്ചാൽ നാട്ടുകാർ മനുഷ്യത്വമുള്ളവരാണെന്നോ അയലത്ത് താമസിക്കുന്നവർ ഈ കരച്ചിലും കേട്ടോണ്ട് ഇതുപോലെ ഈ കഷ്ടപ്പാടും കണ്ടുകൊണ്ട് അമ്മയ്ക്കും സ്ഥിരമായിട്ട് അമ്മയും അച്ഛനെ ഇഷ്ടം പോലെ അടിക്കുമെന്ന് ഇവർ പോലീസ് മൊഴിയെടുത്തിട്ടുണ്ട്. അയൽക്കാർ, നല്ല അയൽക്കാർ, ഇങ്ങനെയുള്ള അയൽക്കാർ തന്നെ വേണം. അവനൊക്കെ എന്തോ നട്ടലുള്ളവന്മാരൊന്നും ആ നാട്ടിലില്ലേ ഇവനെയൊക്കെ ആടിച്ചോടിക്കാൻ ആ വീട്ടിൽ വരുമ്പോൾ? ഇത് നാട്ടുകാരോട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം എന്താണെന്ന് പറയുക, ഇത് നമ്മുടെ സമൂഹത്തിനെ ആപ്പാടെ ബാധിക്കുന്ന പ്രശ്നമാണ്. നിൻ്റെയൊക്കെ മക്കൾ ഇതുപോലെ കണ്ടുകൊണ്ടിരിക്കും. ഇതൊക്കെ നാളെ നിനക്കും കിട്ടും. അല്ലെങ്കിൽ ഇതിന് ഇടപെടണം. ഇടപെട്ടാൽ അവർക്ക് മനസ്സിലാവും ഇതുപോലെ ആളുകൾ ചോദിക്കാനും പറയാനും ഉണ്ടെന്ന്. അതില്ലല്ലോ നമ്മുടെ സമൂഹത്തിൽ ഇന്ന്. അപ്പോൾ ഈ അച്ഛൻ എത്ര നാൾ ജീവിച്ചിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് ഇഷ്ടം പോലെ അടി കിട്ടിക്കൊണ്ടിരിക്കുക ദിവസവും. ഇയാളൊരു ബാധ്യതയാണ് ഇവന്മാരെ സംബന്ധിച്ചിടത്തോളം. അതാണ് ഇയാളെ കൊന്നു കളയേണ്ടത്. അതിനെ അടിച്ച് ഇയാളെ ഉപദ്രവിച്ച് ഇയാളെ പടമെടുക്കുക, റെക്കോർഡ് ചെയ്യുക. ഇതൊക്കെ ഉണ്ടല്ലോ, ഇതിനെതിരെ ശരിയായ രീതിയിൽ പ്രതികരിക്കണം. പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ആ നല്ല കഠിനമായ വകുപ്പൊക്കെ ചുമത്തി കേസെടുത്തിട്ടുണ്ട്. അതനുസരിച്ച് യവന്മാരുടെ പേരിൽ ശരിയായ രീതിയിൽ ഉള്ള നടപടി വരണം. അപ്പം നാട്ടുകാരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാരെന്ന് ഞാൻ പറഞ്ഞല്ലോ, ആരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവനവൻ വിചാരിക്കുന്നത് എന്താണെന്നറിയാം, അവൻ്റെ വീട്ടിലെ പ്രശ്നമല്ലല്ലോ, അന്യൻ്റെ വീട്ടിലെ അയൽക്കാരൻ്റെ വീട്ടിലെ പ്രശ്നമല്ലേ. അത് അവർ നോക്കിക്കോളും. ആര് നോക്കും? ഓരോരുത്തരും ഇപ്പം ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവനവനിലേക്ക് അങ്ങ് ഒതുങ്ങിക്കൂടി. എല്ലാവരും ഇൻട്രോവേർട്സ് ആയിട്ട് മാറി. നിങ്ങൾക്കൊക്കെ മൊബൈൽ കണ്ടും സോഷ്യൽ മീഡിയയൊക്കെ കണ്ടുകൊണ്ടിരുന്നാൽ മതി. അല്ലാതെ അന്യൻ്റെ പ്രശ്നങ്ങളിലേക്കും നീറുന്ന പ്രശ്നങ്ങളിലേക്കും യാഥാർത്ഥ്യങ്ങളിലേക്കും ഒന്നും ഇറങ്ങിച്ചെല്ലാൻ ഇഷ്ടമല്ല, താല്പര്യമില്ല ആരുടെയും കാര്യത്തിൽ. അങ്ങനെ ആകരുത്. മനുഷ്യർ പരസ്പരം സഹായിക്കണം. ആ സഹായം ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇതുപോലുള്ള ഉപദ്രവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകത്തില്ല. ഇതുപോലുള്ള ക്ഷുദ്രജീവികൾ സമൂഹത്തിൽ കാണത്തില്ല. സമൂഹത്തിൽ നിന്ന് ഇങ്ങനെയുള്ള മനസ്സിനെയൊക്കെ തുടച്ചു നീക്കണം. അത് നീക്കണമെന്നുണ്ടെങ്കിൽ സമൂഹം ഉണരണം, സമൂഹ മനസാക്ഷി ഉണരണം. അതാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ കാലത്തെ അനിവാര്യതയാണത്. അത് ചെയ്യണം. എല്ലാ ആളുകളും പരസ്പരം ഒന്ന് സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി കാണിക്കണം. അല്ലാതെ അവിടുത്തെ പ്രശ്നം അത് അവൻ്റെ വീട്ടിലെ പ്രശ്നമല്ലേ, നാളെ നിൻ്റെ വീട്ടിലും ഈ പ്രശ്നം വരും. അത് തിരിച്ചറിയണം. ഇല്ലെങ്കിലുണ്ടല്ലോ, നമ്മളെ മനുഷ്യരെന്ന് വിളിക്കുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ?